നമ്മുടെ സമൂഹം സദാചാരം ഒരു വശത്തുകൂടി സംസാരിക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ നിത്യേന ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൂടെ പലതും കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടതാണ്. കാക്കനാട് ഭാഗത്ത് ഒരു എന്താ പറയുക ഓയോ പോലത്തെ ഒരു റൂംസൊക്കെയാണ്. അപ്പോൾ അവിടെ 1-2 മണിക്കൂറത്തേക്ക് 600 രൂപ 500 രൂപയ്ക്ക് കപ്പിൾസിന് വളരെ സേഫ് ആണെന്നുള്ള രീതിയിൽ അവർ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ നല്ല പരസ്യം കൊടുക്കുവാണ്. അപ്പോൾ ഇതിനെപ്പറ്റി റോജിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മളിപ്പോൾ പോലീസാണെങ്കിലും അല്ലെങ്കിൽ നിയമമാണെങ്കിലും ഇതൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അപ്പോൾ പോലും ഇവർ ഇത്രയും ധൈര്യത്തോടു കൂടി ഇങ്ങനൊരു പരസ്യം ചെയ്യാനായിട്ട്, അതായത് കപ്പിൾ എൻട്രി അല്ലെങ്കിൽ കപ്പിൾസ് വളരെ സേഫായിട്ട് ഇവിടെ വന്ന് പോകാം എന്നുള്ള രീതിയിൽ 500-600 രൂപയ്ക്കും അങ്ങനെ ഒരു പരസ്യം കണ്ടു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ. അതെല്ലാവരും ഫോർവേഡ് ചെയ്യുന്നുണ്ട് പരസ്പരം. നമ്മളും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുന്നുണ്ടായി. അപ്പോൾ അത് ശരിക്കും നമ്മൾ സദാചാര കണ്ണിലൂടെ നോക്കേണ്ട ഒരു കാര്യമാണോ? അതോ നമ്മുടെ കുട്ടികൾ ഫ്രീ ആയിട്ട് വളരട്ടെ, ഫ്രീ സെക്സ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോലെ എല്ലാവരും ഫ്രീ ആയിട്ട് ജീവിക്കട്ടെ, അങ്ങനെയാണോ? ഒന്ന് അതിന് നിയമപരമായിട്ട് വലിയ ഇഷ്യൂ ഒന്നുമില്ല ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിന്. അതുകൊണ്ട് ഇപ്പോൾ നിയമത്തിന് കണ്ണിൽ അത് തെറ്റാവുന്നില്ല. അത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കാക്കനാട് അങ്ങനെ പരസ്യം പോകില്ലല്ലോ. ഇത് ആക്ച്വലി നമ്മൾ ഈ തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഈ രാവിലെ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി കുളിച്ച് റെഡിയായി പോകുമ്പോൾ നമ്മൾ 1-2-3 മണിക്കൂറത്തേക്ക് റൂമുകൾ എടുക്കാറുണ്ടല്ലോ. വേളങ്ങളിലൊക്കെ പഴനിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. ഫ്രഷപ്പ് എന്നാണ് പറയുന്നത്. ഈ ഫ്രഷപ്പാണ് ഇപ്പോൾ ഈ കപ്പിൾ ഫ്രഷപ്പിലോട്ട് എത്തിയത്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റൂം ആവശ്യമില്ലാത്ത ആളുകൾക്ക് വളരെ പെട്ടെന്ന് ചെന്നിട്ട് ഒരു 1-2-3 മണിക്കൂർ ഫ്രഷപ്പായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ്. അതിപ്പോൾ കൊച്ചിയിൽ ഈ റീല് മാത്രമല്ല, കൊച്ചിയിൽ ഒട്ടുമിക്ക ഹോട്ടലുകളിലും ഇപ്പോൾ ഫ്രഷപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തു. കാരണം മിനിമം ഒരു റൂമിന് എ സി റൂമിന് മിനിമം എനിക്ക് തോന്നുന്നു ഒരു 1300 രൂപ, ഒരു 1500 തൊട്ട് 2500. പിന്നെ വലിയ ഹോട്ടലിന് റേറ്റ് കൂടും. ഈ നോൺ എ സി ആണെങ്കിൽ ഒരു 1200 വരുമായിരിക്കും. പിന്നെ അവിടെയൊക്കെ ടൈമിംഗ് ഇല്ലേ? ചെക്ക് അതാണ് ഞാൻ പറഞ്ഞത്. രാവിലെ എനിക്കൊന്ന് രാവിലെ 10 മണിക്ക് 11 മണിക്കാണ് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതേ സമയമായിരിക്കും. 2 മണിക്ക് ഫ്രഷപ്പ് ആണെങ്കിൽ ഒരു 3 മണിക്കൂർ കൊടുത്താൽ ഒരു 800 രൂപ കിട്ടും. അങ്ങനെയെങ്കിൽ ഒരു ദിവസം എത്ര വട്ടം ആ റൂം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും? അത് ഭയങ്കര ഒരു ബിസിനസ്സാണ് ആക്ച്വലി. പിന്നെ ഇതിൻ്റെ അകത്ത് സദാചാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്കാണ് ഇതിനകത്ത് വളരെ സങ്കടം തോന്നുന്നത്. പ്രത്യേകിച്ച് പെൺമക്കളുള്ള മാതാപിതാക്കൾക്ക്. നമ്മളിവിടെ നമുക്ക് എന്തും പറയാം. കാരണം നമ്മുടെ മക്കൾ പോകുമ്പോഴേ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇത് ചെയ്യുമ്പോഴൊക്കെ ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. തിരിച്ച് നമ്മൾ ഈ പ്രായത്തിലൊക്കെ ഒരു പക്ഷേ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുകയോ ചിലപ്പോൾ വളരെ എക്സ്പീരിയൻസ് ആയ ആളുകളൊക്കെ ആയിരിക്കാം. പക്ഷേ നമ്മളൊരു പാരൻ്റ് എന്നുള്ള നിലയിലോട്ട് ഒരു പക്ഷേ ഇവരുടെ മാനസികാവസ്ഥ വളർന്നു കഴിയുമ്പോൾ നമ്മൾ അന്ന് അനുഭവിച്ച ആ റിസ്ക് നമുക്ക് ഇപ്പോഴേ ഫീൽ ആവുള്ളൂ. കാരണം അന്ന് അനുഭവിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഒരു ആണും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുക, പ്രേമിക്കുക, ചിലപ്പോൾ ഒരു ലെറ്റർ കൈമാറുക, എന്തൊരു മെസ്സേജ് അയക്കുക, അതിൻ്റെ അപ്പുറത്തോട്ട് ഒരിക്കലും ഒരു ജ്യൂസിൻ്റെ അകത്ത് ഒരു ഡ്രഗ് കലക്കി കൊടുക്കുകയോ അതിനുശേഷം ഒന്നോ അവൻ്റെ കൂട്ടുകാർ ഒരുമിച്ച് ഈ പെൺകുട്ടിയെ യൂസ് ചെയ്യുന്നൊരു അവസ്ഥയിലോട്ടോ, അതിനുശേഷം ഈ പണം തട്ടിയെടുക്കുന്ന, അതായത് ഒരു മനസാക്ഷിയില്ല പല കാര്യങ്ങളും ചെയ്യുമ്പോൾ. പണ്ടെന്ന് പറഞ്ഞാൽ അത്രയും പേടിക്കേണ്ട ഒരു അവസ്ഥയില്ല കുറേ നാൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. പിന്നെ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും പരിചയമുള്ളൊരു വ്യക്തിയായിട്ടായിരിക്കും പാർക്കിലോ ബീച്ചിലോ എവിടെയൊക്കെ പോയിരിക്കുന്നത്. ഇപ്പോൾ അതുപോലും ഇല്ല. ഇപ്പോൾ ഓൺലൈൻ വഴി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി ആരാണെന്ന് പോലും അറിയില്ല, എന്താണെന്ന് അറിയില്ല, ഇട്ടിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും ഒറിജിനലാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് ഹൈ റിസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ ആധാർ കാർഡും അതും ഇതൊക്കെ മേടിച്ചു വെച്ചിട്ട് ആധാർ കാർഡ് കൊടുക്കാന്ന് പറഞ്ഞ പ്രൊസീജിയറാണ്. അതായത് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹോട്ടലുകാർ ഇത് ഇന്ന ആധാർ കാർഡിലുള്ള ആളുകളാണ് വന്ന് റൂം എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് പോലീസ് ഡോക്യുമെന്റേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ റൂം എടുക്കുന്നതിൽ തെറ്റില്ല. 18 വയസ്സിന് ശേഷമാണെങ്കിൽ റൂം എടുക്കാം, ഒരുമിച്ച് നിൽക്കാം. മനസ്സിലായോ? പ്രോസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ടല്ലോ, അത് എങ്ങനെയാണ് അത് തെളിയിക്കാൻ പറ്റൂല ആക്ച്വലി. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം വാങ്ങി ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രമേയാണ് അതിനെ ആ ഒരു ലെവലിലോട്ട് പോവുള്ളൂ. അതായത് പണം വാങ്ങി ഈ പ്രവൃത്തി ചെയ്യുന്നത് തെറ്റാണ് ഇന്ത്യയിൽ, അല്ലാതെ ചെയ്യുന്നത് തെറ്റല്ല. അതിനകത്ത് കൺസേൺ ഇല്ല. നമ്മൾ കൺസേൺ എന്നൊക്കെ പറയില്ലേ, ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിനെ എങ്ങനെ എടുക്കാൻ പറ്റില്ല. പക്ഷേ എപ്പോഴും പാരൻസിൻ്റെ പെയിനാണ്. അതായത് അവരുടെ മകള് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചെറുക്കനെ പ്രേമിക്കുന്നതോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാവുന്നതല്ല വിഷയം. ഈ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളിലോട്ട് പോയി കഴിയുമ്പോൾ ഒന്ന് പഠനം മുടങ്ങും, ഒന്ന് മാനസികമായിട്ട് ഡിപ്രഷൻ. ഒന്ന് ആലോചിച്ച് നോക്കും. ഏതെങ്കിലും ഒരു വള്ളിയിൽ പോയൊരു പെൺകുട്ടി വീണു, അവനും ഉപയോഗിച്ചു, അവൻ്റെ കൂട്ടുകാരും ഉപയോഗിച്ചു, എല്ലാവരും ഈ പെൺകുട്ടിയെ മാനസികമായിട്ടും ഫിനാൻഷ്യലും എല്ലാം കൂടി യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക പെൺകുട്ടിയുടെ മാനസികാവസ്ഥയ്ക്ക്? അവസാന നിമിഷം സൂയിസൈഡ് എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ പാരൻസിനോട് പല കുട്ടികളും ഓപ്പൺ അല്ല.
കാരണം പേടിയാണ്, അവരെ ഏത് സെൻസിലെടുക്കും. കാരണം പാരൻസ് പോലും അവരുടെ ഇമോഷൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ നിൽക്കുന്നത്. ഇപ്പോൾ ഞാനൊരു പാരൻ്റ് അല്ല, അനു ഒരു പാരൻ്റാണ്. പക്ഷേ അനുവിനത് മനസ്സിലാവും എന്താണ് ഒരു പെൺകുട്ടിയെ, പെൺകുട്ടിയുടെ അമ്മയല്ലല്ലോ അനു, ഒരു ആൺകുട്ടിയുടെ. അതാണ് റോജി, ഇപ്പോഴും അതിനൊരു വ്യത്യാസം വന്നിട്ടില്ല. ആൺ പെൺ വ്യത്യാസം നമ്മൾ പറയും സൊസൈറ്റി ഒരുപാട് വളർന്നു, ഇക്വാലിറ്റി ആയി, മറ്റേതായി മറിച്ചായി എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും പെൺകുട്ടികളുടെ അമ്മമാർക്കുള്ള ഒരു ആദി ആൺകുട്ടികളുടെ അമ്മമാർക്ക് ഇല്ല. കൂടി വന്നാൽ കഞ്ചാവോ കള്ളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിവേറ്റ് ചെയ്ത് പോവായിരിക്കാം. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ പെൺകുട്ടികളുടെ മാനത്തിനും അവളുടെ ശരീരത്തിനും കൊടുക്കുന്ന ഒരു വില ഭയങ്കര വലുത് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും ഈ അമ്മമാർക്ക് ഇത്ര ആദി പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക്. അവർക്കാണ് ഇപ്പൊ ഈ പരസ്യമൊക്കെ കാണുമ്പോഴത്തേക്കും നെഞ്ചിലൊരു വേദന. എൻ്റെ തന്നെ ഫ്രണ്ട്സ് പലരും അവർക്ക് പാരൻസ് ആണല്ലോ, പെൺകുട്ടികളുടെ അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് എനിക്ക് റീൽ ഫോർവേഡ് ചെയ്തത്. കണ്ടോടി കാലം പോയ പോക്ക്, ഇനി എങ്ങനെയാണ്. അതായത് കാക്കനാടേക്ക് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആകെ ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസല്ലേ ഉള്ളൂ. അവർക്ക് പെട്ടെന്ന് രാവിലെ കോളേജിൽ പോണ പോലെ പോയി എന്താ വെച്ചാൽ കാണിച്ചിട്ട് വരാവുന്ന ഒരു അവസ്ഥ. അതായത് കപ്പിൾസിന് വേണ്ടി മാത്രമുള്ള സ്ഥലമാണ്, മനസ്സിലായി. പാലാരിവട്ടത്തും ഉണ്ട്, എല്ലായിടത്തും സ്റ്റേഡിയത്തിലുണ്ട്, സ്റ്റേഡിയത്തിന് അടുത്തുണ്ട്. ഇങ്ങനെ ഇപ്പൊ എനിക്കൊന്ന് ഒട്ടുമിക്ക പോലീസ് ചെക്കിംഗ്. അല്ല, എന്തിനാ പോലീസ് ചെക്കിംഗ്? എന്തിനാ ഫ്രഷപ്പ് ആവാന്ന് പറയുന്ന ഒരു കാര്യത്തിന് പോലീസ് ചെക്കിംഗ് എന്തിനാ? ഇത്രയും വലിയ പരസ്യം കൊടുക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ നടക്കും? എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാലും മാത്രമേ പോലീസ് ഇടപെടുക അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലാതെ എന്തെങ്കിലും ഡ്രഗ്സിന്റെ ഇതിന് കയറി സെർച്ച് ചെയ്യണം, അതാണ് ആകെ ഒരു സോഴ്സ് ഉള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ എന്തെങ്കിലും നാട്ടുകാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇതിനു വേണ്ടി പരാതിപ്പെടണം. ഇപ്പൊ ഒന്നും ഇല്ല. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, പല മസാജ് പാർലർ സെന്ററുകളും ആളുകളുടെ വീടിന്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 നില വീടാണെങ്കിൽ താഴത്ത് ഫാമിലി ആയിരിക്കും, അതിന്റെ മുകളിലായിരിക്കും മസാജ് പാർലർ സ്ഥിതി ചെയ്യുന്നത്. ആൾക്കാർ മണി ഓറിയന്റഡ് ആയി. നമ്മളിവിടെ ഇരുന്ന് ഒരു സൈഡിൽ നിന്ന് സദാചാരം പറയുമ്പോഴും ഒരു സൈഡിൽ വേദനിക്കുന്ന പാരൻസും കാര്യമൊക്കെ ഒരു സൈഡിലും, ഇതിനെ കൃത്യമായി മാർക്കറ്റ് ചെയ്ത് പണം ഉണ്ടാക്കുന്ന വലിയൊരു മാഫിയ മറ്റൊരു സൈഡിലും. മാഫിയ എന്ന് വിളിക്കുന്നില്ല, ഓരോരുത്തർക്കും അവരോട്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ ചെറിയ കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യല്ലേ അല്ലേ? അവർക്ക് മനസ്സിലായി ഒരു ദിവസത്തെ ഒരു 24 hours റൂം എടുക്കാനുള്ള പൈസയൊന്നും ഈ വിദ്യാർത്ഥികളുടെ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കല്ലേ ആക്ച്വലി അല്ലേ? 300-400 റൂം അവൈലബിൾ ആക്കിക്കൊണ്ട്. ശ്രദ്ധിച്ചോ, ഒരു 3-4-5 വർഷം മുന്നേ നമ്മൾ മറൈൻ ഡ്രൈവ്, പാർക്ക് ഈ വഴിയൊക്കെ പോകണമെങ്കിൽ ഒരുപാട് കപ്പിൾസിനെ കാണാൻ പറ്റുമായിരുന്നു. ഇന്ന് ആ കപ്പിൾസ് അവിടെ ഇല്ല. എവിടെ പോയി ഈ കപ്പിൾസ് എല്ലാം? അതായത് പ്രേമിക്കുക, ഒരു പാർട്ണറിൻ്റെ ഒപ്പം നടക്കുക എന്ന് പറയുന്നതിൻ്റെ ആളുകളുടെ, പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും മെൻറ്റാലിറ്റി മാറി. അതായത് പണ്ട് എവിടെയും വെച്ച് കണ്ടുകൊണ്ടിരുന്ന ഇന്ന് മണാലിയും ഇൻ്റർനാഷണൽ ട്രാവലിങ്ങാണ്, അല്ലെങ്കിൽ മറ്റുള്ള ദൂര സ്ഥലങ്ങളുടെ ക്യാമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രേഞ്ചർ ക്യാമ്പോ അങ്ങനെയുള്ള ക്യാമ്പുകളിലോട്ട് മാറി ആളുകൾ. പിന്നെ ഈ പുറത്ത് പോയിരുന്ന് സംസാരിക്കേണ്ട, എല്ലാം നമുക്ക് റൂം എടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി റൂം എടുത്ത് സംസാരിക്കാം. ഇങ്ങനെയുള്ള ലെവലിലോട്ട് ആളുകൾ മാറി. ഇന്ന് നമുക്ക് ഈ പറയുന്ന പോലെ പണ്ടത്തെ പൈങ്കിളി പ്രേമങ്ങളൊന്നും ഇപ്പൊ കാണാൻ പറ്റൂല. സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഒരു ഇല്ലാന്നുള്ളതാണ് അത്ഭുതം, മനസ്സിലായോ? അതല്ല, ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രീ സെക്സ് കാര്യങ്ങൾ എല്ലാം ഇടപെടുമ്പോൾ പോലും അതിലൊക്കെ ഒരു എന്താ പറയുക, കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉപയോഗിക്കാനോ, ഈ റൂം എടുക്കുക പോകാന്നല്ലാണ്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ മറ്റൊരു പ്രശ്നം. മനുഷ്യൻ്റെ ബേസിക് ഇഷ്യൂ അറിയില്ല. ഇപ്പം ഞാനാണെങ്കിലും അനു ആണെങ്കിലും ഏതെങ്കിലും സമയങ്ങളിൽ നമ്മളിൽ ഉണ്ടാവുന്ന സെക്ഷലി ഫ്രസ്ട്രേഷൻ നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സത്യസന്ധമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഏത് ലെവലിൽ പോകണം വരെ നമുക്ക് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നമുക്ക്, പക്ഷേ ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വരുന്നതെന്നുള്ളതാണ് നമ്മുടെ ക്വാളിറ്റി. പലപ്പോഴും ഒരു ചെറിയ പ്രായങ്ങളിൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി അത് വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരുന്ന സമയം എന്തെങ്കിലും പറ്റിപ്പോയി കഴിയുമ്പോഴാണ് ഇതിനെപ്പറ്റി രണ്ടാമത് തിങ്ക് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു 10, 16, 17 വയസ്സുള്ള ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും. ചെറിയ പെൺകുട്ടികളിൽ അബോർഷൻ നിരക്ക് ഭയങ്കര കൂടുതലാണ്, ഭീകരോ, പാരൻസ് പോലും അറിയുന്നില്ല. പല എന്താ പറയുക, ഇങ്ങനെയുള്ള കേസുകൾ അബദ്ധത്തിൽ പറ്റിപ്പോണേ. ഒരു ഇമോഷൻ്റെ പുറത്ത് നമ്മൾ മനുഷ്യനാണ് കുറ്റം പറയുന്നത്. നമ്മൾ ഇവിടെ കുറ്റം പറയുകയല്ല വേണ്ടത്. നമ്മൾ അപ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഈ ആ സെക്ഷൽ ഫ്രസ്ട്രേഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ അറിയാതെ ചെയ്താലും അറിഞ്ഞ് ചെയ്താലും ഒരു കുഞ്ഞ് ജനിച്ചതാണ്. നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രകൃതി ലോയാണ് ആ സാധനം. ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കയറി കൈ കടത്താനൊന്നും നമുക്ക് പറ്റൂല. അത് നമ്മൾ അച്ഛനാണെങ്കിലും നമ്മളെ അമ്മയാണെങ്കിലും ചേട്ടനാണെങ്കിലും സഹോദരി ആണെങ്കിലും സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് നീഡാണ്. അത് എപ്പോൾ എടുക്കണം, എപ്പോൾ ചെയ്യണം എന്ന് മാത്രമാണ് നമുക്ക് വരുന്ന യുക്തി. ആരുടെ ഒപ്പം എന്നുള്ള സാധനം, ക്വാളിറ്റി ഇല്ലാത്ത ആളുകളുടെ ഒപ്പമാണ് നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് തീർന്നു കൂട്ടിയാൽ മതി. അതല്ല, നമ്മുടെ ശരീരത്തിനും നമ്മുടെ സെക്ഷുവാലിറ്റിക്കും നമ്മളൊരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം വാല്യൂ നമുക്ക് തരുന്ന ആളുമായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഹോർമോൺ ചേഞ്ച് നടക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ, കുട്ടികളുടെ കാലഘട്ടങ്ങളിൽ പോയിട്ട് നമ്മളിവിടെ പോയി സദാചാരം പറയും, അവരെ മറ്റേ അടിക്കുകയും തല്ലുകയും കൊട്ടുകയും ഒന്നും ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. പെൺകുട്ടികൾ ഋതുമതി ആയി കഴിഞ്ഞാൽ അവരെ പാരൻസ് വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ലഡു കൊടുക്കുന്നു, ജിലേബി കൊടുക്കുന്നു. പക്ഷെ തിരിച്ച് ആൺകുട്ടികൾക്ക് ഋതുമതനായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ നിനക്ക് അറിയില്ല, മനസ്സിലായി? ആട്ടുന്നു ഇപ്പോൾ വീട്ടിൽ നിന്ന്, മനസ്സിലായോ? ഈ ഒരു പ്രത്യേകത ഇതിൻ്റെ അകത്തുണ്ട്. ഇത് രണ്ടും മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളോട് കടന്നു പോകുന്ന, അതിനെ മനസ്സിലാക്കാന്നുള്ളത്. അല്ലാതെ പാരൻ്റാണ്, ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കുട്ടിയാണ്, അവൻ ഇതൊന്നും ചെയ്യാൻ പാടുന്ന മാതിരി കാര്യമില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും മാത്രമേ പറ്റുള്ളൂ. തല്ലുകയോ കൊട്ടുകയോ ചെയ്തിട്ടൊന്നും ഒരു ഗുണമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഉപദേശം എന്ന് പറഞ്ഞ സാധനം കണ്ണെടുത്ത കേട്ടുവിടാം. പക്ഷെ അവർ മര്യാദയ്ക്ക് ഇരുത്തി പറഞ്ഞു കൊടുത്താൽ ഒരു പക്ഷേ അവർ അനുസരിക്കും.